ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കിണ്ണത്തപ്പം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ തലശ്ശേരി കണ്ണൂരൊക്കെ ഭാഗത്ത് ബേക്കറികളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് കിണ്ണത്തപ്പം. മെയിനായിട്ട് എല്ലാ ഫംഗ്ഷനും ഉണ്ടാകുന്നൊരു താരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ അത് അരിപ്പൊടി വെച്ചിട്ടാണല്ലോ നോർമലി കിണ്ണത്തപ്പം തയ്യാറാക്കുക. ആ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ അതേ പെർഫെക്ഷനിൽ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. നുറുക്ക് ഗോതമ്പാണല്ലോ, അപ്പോൾ അതേ പെർഫെക്ഷനിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും നുറുക്ക് ഗോതമ്പ് കൊണ്ട് കിണ്ണത്തപ്പം. ഈ ഒരു നുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് ഇപ്പം മിക്ക വീടുകളിലും എന്തായാലും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കൊറോണയൊക്കെ തുടങ്ങിയതിന് ശേഷം റേഷൻ കടയിൽ നിന്നൊക്കെ എല്ലാവർക്കും കിറ്റുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റോക്കായിട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 2.5-3 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള നുറുക്ക് ഗോതമ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വലുപ്പം തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് നിങ്ങളുടെ കയ്യിലുള്ള വെച്ചിട്ട് ചെയ്യുക കേട്ടോ. തീരെ തരികളായിട്ടുള്ളതായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് 2.5-3 മണിക്കൂർ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നെങ്കിലേ നമുക്കിത് മിക്സിയിൽ അരച്ചിട്ട് ഇതിൻ്റെ പാല് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഗോതമ്പിൻ്റെ. അപ്പോൾ ഇപ്പം നല്ലതുപോലെ എൻ്റെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ നോർമലി പച്ചവെള്ളത്തിൽ തന്നെ കുതിർത്തത് കൊണ്ടാണ് ഈ ഒരു 2.5-3 മണിക്കൂർ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് ഇതിൻ്റെ പാലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം, എങ്കിലേ നന്നായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് അരയാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം കേട്ടോ. അപ്പോൾ ഇത്ര ഏതാണ്ട് ഒരു കപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെയാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഹോൾസുള്ള അരിപ്പയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് കൂടുതൽ വേസ്റ്റൊക്കെ പുറത്തേക്ക് കിട്ടും. എന്നിട്ട് പാല് നന്നായിട്ട് തന്നെ കിട്ടും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, പാല് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഉമ്മിയൊക്കെ ഉണ്ടാവില്ല, വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പം ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. അപ്പോൾ പാല് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 തവണ ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. എന്തായാലും ഒരു ചുരുങ്ങിയത് 2-3 തവണ എന്തായാലും അരിച്ചെടുക്കണം, എങ്കിലേ നന്നായിട്ട് ആ ഒരു വേസ്റ്റൊക്കെ മുഴുവനായിട്ട് നമുക്ക് പോയി കിട്ടുള്ളൂ. നല്ല പാല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിപ്പം 3 തവണ നന്നായിട്ട് അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാല് നമ്മൾ ഏത് പാത്രത്തിലാണോ കിണ്ണത്തപ്പം റെഡിയാക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് എത്ര കപ്പ് പാലുണ്ടെന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് അളവ് പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ കഴിവതും എടുക്കുന്നത് നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 1 മണിക്കൂറോളം ഇതൊന്ന് ഗ്യാസിൽ വെച്ച് കുറുക്കിയൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമൊക്കെ ആകുമ്പോൾ അടിക്ക് പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഏതാണോ അടികട്ടിയുള്ള ഉരുളി പോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ അതുപോലത്തെ എടുക്കുക. പക്ഷെ കുറച്ച് അത്യാവശ്യം സമയം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള പാത്രങ്ങൾ റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു മെഷറിംഗ് കപ്പിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് എത്ര കപ്പാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് 3 കപ്പ് പാലാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് വെള്ളവും ഞാൻ നേരത്തെ അരക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് അളന്ന് നോക്കുന്ന സമയത്ത് 3 കപ്പ് പാലാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കിണ്ണത്തപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് 2 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ടു 1.25 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കട്ടിയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക.
ശർക്കരയൊക്കെ മെൽറ്റ് ചെയ്യാൻ നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിൽ നിന്നെടുത്തിട്ടുള്ള പാലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരണം കല്ലോ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ നേരെ പകുതി 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ പാലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ നുറുക്ക് ഗോതമ്പിൻ്റെ പാൽ അളന്നിട്ട് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി എടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ. അതും നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലെടുക്കുക കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർക്കാൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ഒരുപാടായി പോരുത്. അപ്പോൾ ഇതുപോലെ ഒരു സ്പാച്ചിലോ സ്പൂണിലോ എന്തെങ്കിലും ഇട്ടിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് ഇത്രക്ക് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നമ്മുടെ പാന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് വെള്ളം പോലെയല്ലേ ഉള്ളത്, നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ടൈറ്റായി വരും. ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ടൈറ്റായി വരുമ്പോൾ ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി ഫ്ലെയിം ഓഫ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇവിടെ ഒക്കെ കട്ട പിടിച്ചിട്ട് പിന്നെ ഇതുപോലെ നോൺ സ്റ്റിക്ക് അല്ലാതെ പാനൊക്കെ ആണെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം കുറച്ചൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഹറിബറിയായിട്ട് നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ പ്രൊസീജിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. കാരണം ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ട് നന്നായിട്ട് കിട്ടില്ല കേട്ടോ ആ ഒരു ടെക്സ്ചർ. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് നോക്കുക. നിങ്ങൾക്കിപ്പം കാണുമ്പോൾ മനസ്സിലാവും ഏതാണ്ട് ചെറുതായിട്ടൊക്കെ ടൈറ്റായി വരുന്ന കണ്ടില്ലേ. ചെറുതായിട്ട് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആകുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ടൈറ്റായി വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയൊരു ടെൻഷൻ കുറച്ചൊന്ന് ഒഴിവാക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കാൻ നമ്മൾ വിട്ടുപോയി എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നും വരില്ല. പക്ഷേ മറ്റുള്ള ഉരുളി അതുപോലത്തെ അലൂമിനിയം പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്ലോപ്പ് ആവും കേട്ടോ, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം, ലോ ആക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ചെറുതായിട്ട് ബബിൾസ് വരുന്ന കാണുന്നില്ലേ, ഒന്ന് തിളച്ചിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ വേണം. കിണ്ണത്തപ്പത്തിൽ ഹൽവൻ്റെ അത്ര ഗീ വേണ്ടെങ്കിലോ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ബബിൾസ് വരുന്ന ഈ ഒരു സ്റ്റേജിൽ. അപ്പം നന്നായിട്ട് അത്യാവശ്യം ഏതാണ്ട് 1/4 ഭാഗത്തോളം കുറുകി ഏതാണ്ട് ഒരു പകുതിയിൽ അധികമായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഗീ ഒന്ന് നമ്മുടെ ഈ ഒരു മിക്സിയിലേക്ക് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തണം. അതുവരെ ഒന്ന് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇത്രയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കറക്റ്റ് ഏതാണ്ട് 1/4 ഭാഗം തന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കടലപ്പരിപ്പ് ഒരു 2-2.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 1/4 കപ്പ് അളവിൽ. അതിന് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യോ ബദാമോ എന്താണ് ഇഷ്ടമുള്ള നട്ട്സ് അങ്ങനെ ചേർത്ത് കൊടുക്കുക. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ നോർമലി അരിപ്പൊടി കൊണ്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കിണ്ണത്തപ്പത്തിൽ മെയിനായിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഈ ഒരു കടലപ്പരിപ്പ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ കടലപ്പരിപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കടലപ്പരിപ്പാണ്. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ആവുന്ന സമയമാകുമ്പോൾക്ക് കടലപ്പരിപ്പ് വെന്ത് കിട്ടുമല്ലോ. കാരണം നന്നായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളതാണല്ലോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തും കൂടിയായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ചേർക്കുന്ന ഈ ഒരു സ്റ്റേജിലുള്ള കുറച്ച് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലവർക്ക് ഒരുപാട് നെയ്യ് ചേർക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ലാസ്റ്റ് സ്റ്റേജ് ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഏതാണ്ട് കണ്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ടൊന്ന് കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് ആവണം. അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്കിത് സെർവ് ചെയ്യാനുള്ള സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നോക്കാം. അപ്പം ഞാനിതുപോലെ ഒരു റൗണ്ട് ഷേപ്പായിട്ടുള്ളൊരു പാനിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം ആയാലും എന്തായാലും കുഴപ്പമില്ല, എന്തിലായാലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യൊന്ന് ഞാൻ തടവിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തടവി കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഇളക്കുന്ന സമയത്ത് പാത്രത്തെ ടച്ച് ചെയ്യാതെ വിട്ട് വരുന്നത് ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും പാത്രത്തിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്യാനും എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. പാത്രത്തിൽ ഒട്ടും തന്നെ പറ്റി പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ഉടനെ നമ്മുടെ പാന് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നല്ലോ, ആ പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, എങ്കിലേ സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പാത്രം കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും അടിയിലൊന്നും പറ്റി പിടിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ കിണ്ണത്തപ്പം. ഇനി ഇത് ഞാൻ ഇതുപോലെ ഒന്ന് മുകളിലൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 2.5-3 മണിക്കൂറിൻ്റെ അടുത്തായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇത് കിണ്ണത്തപ്പത്തിൻ്റെ ചൂടൊക്കെ ആറി നല്ലതുപോലെ തണുക്കുമ്പോഴേക്ക് ഇത് കുറച്ചൊന്ന് ഉറച്ചിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. എവിടെയാണ് പുറമേ റൂമിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ. കിച്ചണിലോ റൂമിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഏതാണ്ട് 3 മണിക്കൂർ ആയതിനു ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് ചൂടൊക്കെ ആറി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഇത് കമഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, പാത്രത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്രീസൊക്കെ ചെയ്ത് വെച്ചല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല എത്രമാത്രം സോഫ്റ്റാണെന്ന്. ഞാൻ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടിട്ട് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കടലപ്പരിപ്പൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ സാധാ കിണ്ണത്തപ്പത്തിന് പെർഫെക്ഷനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, ഒടിയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് കിണ്ണത്തപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. ഇപ്പം നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ട. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തൊക്കെ കിട്ടുന്നുണ്ട്. ഒരു അലിഞ്ഞു പോകുന്ന ടൈപ്പാണ് കേട്ടോ. വായിലിടുമ്പം തന്നെ കണ്ടില്ലേ, നല്ല ആ കടലപ്പരിപ്പൊക്കെ എല്ലാ ഭാഗത്തുമായിട്ടൊക്കെ നല്ല സോഫ്റ്റുമാണ്. നല്ല എന്താ പറയുക, നല്ലൊരു അലിഞ്ഞു പോകുന്ന ടൈപ്പാണ് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോഴൊക്കെ കണ്ടില്ലേ, നല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്